ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് വീഡിയോ അല്ല, ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള യാതൊരു ടിപ്സും അല്ല. ഓക്കെ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ മുമ്പിലോട്ട്. ഓക്കെ. അപ്പം ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു. നമുക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനലായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ എടുത്ത സമയത്ത് നമുക്ക് ഭയങ്കര റവന്യൂ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ വരുമാനമുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്ത കാണും പലർക്കും. പക്ഷേ അതൊക്കെ വെറും തെറ്റായിട്ടുള്ള ധാരണകൾ മാത്രമാണ്. ഓക്കെ. നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് ഏണിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റീച്ചിലോട്ട് നമ്മുടെ വീഡിയോകൾ പോയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് യൂട്യൂബ് ഏണിങ്സ് തരികയുള്ളൂ. അപ്പം ഞാനിങ്ങനെ മിക്കവാറുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതും കൂടുതലും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം പലർക്കും ഒരു സംശയം കാണും, ഇപ്പം എനിക്ക് ഏകദേശം 9,000 സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട്, വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം റീച്ചുണ്ട്, അപ്പം എനിക്ക് എത്ര ഇൻകം കിട്ടുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചൊരു സംശയം കാണും. അപ്പം ഫ്രണ്ട്സ്, എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് യാതൊരു വരുമാനവും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ. ഞാൻ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഉണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് പോലും ഇതുവരെയൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് എനിക്ക് ഇതുവരെയൊക്കെ യാതൊരു ഏണിങ്സും എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല ഫിറ്റ്നസ്സൊക്കെ ഉള്ള, നല്ല ആരോഗ്യമുള്ള കുറച്ച് പേരെങ്കിലും വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബിൽ വന്നത്. അല്ലാതെ ഞാൻ വലിയൊരു ഏണിങ്സ് ഒന്നും ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ഒരാളല്ല യൂട്യൂബിലോട്ട്. ഓക്കെ. ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്കുണ്ടായ ഏക ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തെ ഞാൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഏക ബെനിഫിറ്റ്. കാരണം ഞാനിപ്പം വർക്കൗട്ട് ചെയ്യാറില്ല. എൻ്റെ വർക്കൗട്ട് കാരണം ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിട്ട് ഈ വീഡിയോസ് ചെയ്യുവാനും, നമ്മൾ വീട്ടിൽ തന്നെയല്ലേ വീഡിയോസ് ചെയ്യുന്നത്, അപ്പം വീഡിയോസ് ചെയ്യണം, പിന്നെ അതിനെ എഡിറ്റ് ചെയ്യണം, അതിനകത്ത് ഒരുപാട് പ്രോസസ്സിങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ. അപ്പം അതിനെനിക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 5:30-6 മണി സമയത്തൊക്കെ ഇതിനൊക്കെ വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എനിക്കൊരു 9-10 മണി സമയത്താണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനിടയ്ക്ക് പല കാര്യങ്ങൾ വരും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോസ് നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായൊരു സമയനഷ്ടമാണ്. എൻ്റെ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ. പക്ഷേ എന്നാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രത്തോളം ജനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പലരുടെയും കമൻസുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന കുറച്ച് എഫേർട്ട് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ട് വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ വലിയ ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണം. അപ്പം ഞാൻ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടങ്ങിക്കിടന്ന എൻ്റെ വർക്കൗട്ടുകളെ തുടരുക എന്നുള്ളതാണ്. ഓക്കെ. എൻ്റെ ഡയറ്റിങ്, എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടൻ തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വീഡിയോസ് ജിമ്മിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്. കാരണം വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണിത്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസിൻ്റെ പുറകെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, എൻ്റെ ഡയറ്റിലോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഉണ്ടാവണം. ഓക്കെ. കാരണം ഞാൻ ലക്ഷ്യമിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഫിറ്റ്നസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസുകളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. പല ടൈപ്പിലുള്ള വ്യായാമങ്ങൾ, ഓക്കെ, നമ്മുടെ പഴയ പുരാതന കാലം തൊട്ടുള്ള വ്യായാമങ്ങൾ തൊട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു സമയത്തുള്ള വളരെ മോഡേണായിട്ടുള്ള വ്യായാമങ്ങൾ വരെയാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്കായിട്ട്. ഓക്കെ. അതും കൃത്യമായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത്
അതിൻ്റെ ബ്രീത്തിങ്ങുകളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ടെക്നിക്കുകൾ ഉൾപ്പെടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് വീട്ടിലത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഫാറ്റ് കുറയ്ക്കാനുള്ള വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് മസിൽ ഗെയിനിങ്ങിനുള്ള വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഡയറ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നല്ല ഒരു റീച്ച്, നല്ല ഒരു റെസ്പോൺസാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് വലിയൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം വലിയൊരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങാത്ത ഒരു ചാനലായിട്ടാണ് എൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ വളരെ കുറഞ്ഞ ഒരു ചാനലാണ്. വളരെ കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും എനിക്കുണ്ടാകുന്നത്. അപ്പം അതൊക്കെ ഒരു വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബിൽ നിന്നും ഇതുവരെ യാതൊരു ഏണിങ്സും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് പോലുമില്ല. ഓക്കെ, അപ്പം വീഡിയോസ് ചെയ്യുക, അത് ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നല്ല ഒരു ഫിറ്റ്നസ്സുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടായി വരിക എന്നുള്ളത് എൻ്റെയും ഒരാഗ്രഹമാണ്. കാരണം ഞാനിതിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. അപ്പം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒരു കൺഫ്യൂഷൻ ഇതാണ്: ജിമ്മിൽ പോകണോ, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യണോ, ഈ തരത്തിലുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനൊരു കൺഫ്യൂഷനാണ് എന്നെ ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും അത് പ്രശ്നമല്ല. കാരണം വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഒരുവിധപ്പെട്ട മെഷീനറീസുകളൊന്നുമില്ല, പക്ഷേ ഒരുവിധപ്പെട്ട നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വീട്ടിലുണ്ട്. അപ്പം ഏത് ടൈപ്പിലുള്ള വ്യായാമങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ചിലപ്പോൾ ജിമ്മിൽ പോകും, ചിലപ്പോൾ വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, കാരണം നിങ്ങളിലോട്ട് വീഡിയോസുകൾ എത്തിക്കുമ്പം അത് ചെയ്യുന്ന എനിക്കും എൻ്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കേണ്ടി വരും. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മൾ സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെയല്ല ഒരു ഫിറ്റ്നസ് വീഡിയോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ആ വർക്കൗട്ട് ചെയ്യണം, അത് അത്രയും സമയം നമ്മുടെ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്കത് കാണിച്ച് തരാനായിട്ട് വർക്കൗട്ട് വീഡിയോസ് എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം എനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം നല്ലൊരു ഡയറ്റ് പ്ലാൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മസിൽ ലോസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ദേഹത്ത് ബോഡിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വർക്കൗട്ടുകളൊക്കെ നിർത്തി വേറൊരു സൈഡിലോട്ട് മാറുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള പല ചില കുഴപ്പങ്ങൾ വരാറുണ്ട്. അപ്പം അതെല്ലാം ഇപ്പം എന്നെയും അലട്ടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം എനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷുഗർ, കൊളസ്ട്രോൾ, BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാം നോർമലാണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സുകളൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം സപ്ലിമെൻറ്റ്സുകൾ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞാൻ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു രീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ആവശ്യമെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്നതിൽ ഞാൻ കുറ്റം പറയാറില്ല. നമ്മൾ സ്റ്റിറോയിഡ്സിന് മാത്രമാണ് എതിർക്കുന്നത്, ഒരിക്കലും സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചെന്ന് വരും, പക്ഷേ അത് ഇല്ലാതെ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത്, കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് അതാണ്. നമുക്ക് ഇപ്പം ഞാനൊരു 70 കിലോ ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് അത്രയും 70 ഗ്രാമോളം പ്രോട്ടീൻ ഒരു ദിവസം, ഇപ്പോൾ വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ ഏകദേശം 120 ഗ്രാമോളം പ്രോട്ടീൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്രത്തോളം പ്രോട്ടീൻ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ വരും. അപ്പം മസിൽസിന് അത്ര ഒരിത് വരില്ല. അപ്പം ചിലപ്പോൾ വേ പ്രോട്ടീൻ, ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചെന്ന് വരും. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരില്ലായിരിക്കും. അതിനൊക്കെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഒമേഗ 3 ഇതൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ബോഡി ബിൽഡിങ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ഇറങ്ങുന്നവരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അല്ല, നമ്മൾ ഹെവി ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ചിലപ്പോൾ ജിമ്മിൽ, ചിലപ്പോൾ വീട്ടിൽ. അപ്പം എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്താലും അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. ഓക്കെ, 10 പേരെ അറിയുന്ന ഒരു രീതിയിലോട്ട്, ഒരു ഫിറ്റ്നസ്സിനെ ആ ഒരു മേഖലയിലോട്ട് അറിയുന്ന രീതിയിൽ നിങ്ങളാണ് ആക്കിയത്. അപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വർക്കൗട്ടിന് സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല, 2-3 ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ജിമ്മിലാണെങ്കിൽ ജിമ്മിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വർക്കൗട്ട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം, എൻ്റെ ഡയറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നാൾ ആരോ എനിക്കൊരു കമൻറ്റ് ഇട്ടായിരുന്നു, എൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് ഇടണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനത് ശ്രമിച്ച് നോക്കാം. എൻ്റെ ഡയറ്റും കാര്യങ്ങളും ഞാൻ നോക്കാം. കാരണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമാണ്. മിക്കവാറും ആൾക്കാർക്കൊന്നും ഇല്ലാത്തത് അതാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ അവർ പിന്തുടരാറില്ല. കാണുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കുക, അതല്ല. നമ്മൾ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അത് പ്രോട്ടീൻ്റെ രൂപത്തിലും, കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിലും, ഫാറ്റിൻ്റെ രൂപത്തിലും, അതല്ല ഏതൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് വരുന്നോ ആ രൂപത്തിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്കുണ്ടാവുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ നിർത്തുകയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ വർക്കൗട്ടിലോട്ട് ശ്രദ്ധിക്കുക. നിങ്ങളും വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഡയറ്റ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് യാതൊരു തരത്തിലുള്ള വീഡിയോകളും വേറെ ചെയ്യാതിരുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ